ഞങ്ങൾ സ്ക്രീനിൽ കണ്ട ഒരു രസികയുണ്ട്. അതായത് ചിരിച്ച് കളിച്ച് റീലൊക്കെ എടുക്കുന്ന, ശരിക്കും ഈ ചിരിച്ച് കളിക്കുന്ന ഒരു ഉള്ളിൻ്റെ വിഷമങ്ങളുണ്ടല്ലേ. ലൈഫിൽ നമ്മൾ എത്രയൊക്കെ വളർന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന കാണും. അത് മറ്റാർക്കും അറിയത്തില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ നമ്മളെ കുറ്റം പറയുമ്പോൾ നമ്മൾ സഹിക്കത്തില്ലല്ലേ. അങ്ങനെ ഏറ്റവും ഉണ്ടായ ഒരു വിഷമം എന്തോ ഒരു കമന്റിലാണെങ്കിൽ പോലും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനാണ് ആകെ എൻ്റെ ലൈഫിൽ എന്നെ മാക്സിമം ബാക്കിലോട്ട് വലിക്കണം എന്നുള്ളൊരു ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അമ്മ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് ഒരുപാട് കുഞ്ഞിലെ തൊട്ട് കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്കായിരുന്നു. ഷീസ് എ ഫൈറ്റർ. ഇപ്പോഴും അത്. ഏതൊരു മക്കളും ഒരു അച്ഛന്റെ കൈക്ക് പിടിച്ചു പോകാൻ ആഗ്രഹിക്കുമല്ലേ. ഒരു കുട്ടിയുടെ ഇമോഷണൽ ഹെൽത്തിലെ ഏറ്റവും വലിയ പങ്ക് അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹവും കരുതലും തന്നെയാണ്. അപ്പൊ ആ ഒരു സ്പേസിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്, അയ്യോ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അമ്മ ഒരിക്കലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, നീ പോയി പണി എടുത്തിട്ട് എനിക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് വിഷമിക്കുമ്പോൾ എന്നോട് പറയും, നീ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്, എനിക്ക് ആരോഗ്യമുള്ളവരെ ഞാൻ നിന്നെ നോക്കാം, ഇപ്പോഴും പറയും. അച്ഛൻ കാണുന്നുണ്ടെങ്കിൽ എന്തോ അച്ഛനോട് ഈ നിമിഷം ക്യാമറ എന്നൊക്കെ പറയാനുള്ളേ, വിട്ടുകളെന്താ ഇതിങ്ങനെ പറഞ്ഞു തിരിച്ചു പിടിക്കാൻ പാടാ. ചില കാര്യങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അജിൻ വർഗീസ്. ഇന്നിനോടൊപ്പം ഉള്ളത് ഇൻഫ്ലുവൻസർ ആണ്, മോഡലാണ്, ആക്ട്രസ് ആണ്. എല്ലാവർക്കും എന്തോ ഈ വ്യക്തിയെ ഇഷ്ടമാണ്. സ്വാഗതം ചെയ്യാം ആഷിക. നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ഈ വെച്ചടി കയറ്റം എന്ന് പറയുന്നത് പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയല്ലേ. എവിടുന്നായിരുന്നു തുടക്കം ആഷികയുടെ? തുടക്കം എല്ലാവരും കളിയാക്കി പറയുന്ന പോലെ ടിക്ടോക്ക് എന്നായിരുന്നു. അതേ ഞാൻ തുടക്കം. ഭയങ്കര എന്താ പറയാ, ഒരു തരം എന്തോ മോശം കാര്യമായിട്ടുള്ള രീതിക്കാണ് ഞാൻ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ടിക്ടോക്ക് എന്നായിരുന്നു തുടക്കം. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി. ആദ്യം വൈറലായ വീഡിയോ ഏതായിരുന്നു? അമ്മ എടുത്തുന്ന വീഡിയോ. അമ്മ നമ്മുടെ വീടിന്റെ മുന്നില് പുല്ലും ഒക്കെ ഭയങ്കര, അന്ന് മതിലൊന്നുമില്ല. അപ്പൊ റോഡിൽ നിന്ന് ഞങ്ങള് ചുമ്മാ ഉച്ചയ്ക്കൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് വീഡിയോസ് എടുക്കുമായിരുന്നു. അതില് ഒരു സാരി എടുത്ത് നടന്നു വരുന്ന ഒരു വീഡിയോ ആയിരുന്നു. സാരിയാണ് സാർ എന്റെ മെയിൻ. സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് തൊട്ടേ ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ ആ വീഡിയോ ഭയങ്കര. ഈ സാധാരണ രീതി ചില ആൾക്കാർക്ക് വീട്ടിൽ സമ്മതം കൊടുക്കത്തില്ലല്ലേ. ഇതിൽ അമ്മ തന്നെ ഫസ്റ്റ് വീഡിയോ എടുത്ത് തരുമെന്ന് പറയുമ്പോൾ അമ്മയാണ് ഫസ്റ്റ് എന്റെ വീഡിയോസ്. എന്റെ എല്ലാ വീഡിയോസിന്റെയും വീഡിയോഗ്രാഫർ അമ്മയാണ്. വേറെ ആരും എനിക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെ, അതൊക്കെ പിന്നെ കോളേജിലൊക്കെ പോയ ശേഷമാണ് പിന്നെയും ഫ്രണ്ട്സൊക്കെ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അമ്മ തന്നെയാണ്. എങ്കിലും ടിക്ടോക്കിലെ ആ വീഡിയോ റീച്ച് ആയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് എന്തുവായിരുന്നു? പിന്നീടാണ് ഷോർട്ട് ഫിലിം വന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഷോർട്ട് ഫിലിം ആയിരുന്നു. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആകർഷ് രാമകൃഷ്ണൻ, ഹി വാസ് മൈ ഫസ്റ്റ് ഡയറക്ടർ. അവനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു അന്ന്. അവർ ഇലാഹിയ കോളേജിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട്. അത് പേയ്മെൻ്റ് ഒന്നുമില്ല. വെറുതെ എൻ്റെ അടുത്ത് പറഞ്ഞു, അശ്ശി ഇങ്ങനെ ഷോർട്ട് ഫിലിം അഭിനയിക്കുമോ? അന്ന് എന്താ അഭിനയം എന്നും അറിയില്ല. അന്നും ഒരു ഐഡിയ, ഇന്ന് അറ്റ്ലീസ്റ്റ് കുറച്ച് കണ്ടൊരു എന്തെങ്കിലുമൊക്കെ അറിയാം. അന്ന് ഒന്നും അറിയില്ല. ഞാൻ പോണു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അന്ന് പറഞ്ഞു കുറച്ച് കോസ്റ്റ്യൂംസ് കയ്യിലെടുത്തോളാൻ പറഞ്ഞു. കോസ്റ്റ്യൂംസ് എടുത്തു, ചെന്നു, സ്റ്റേ അവർ അറേഞ്ച് ചെയ്തു. അവരെല്ലാവരും സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പൊ അന്ന് അഭിനയിച്ച് ക്യാമറയിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ക്യാമറയിലും സ്ക്രീനില് യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് വന്നപ്പോൾ കുറേ പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയിൽ സ്ലോ മോഷനിൽ വാക്ക് കണ്ടത്. ആ സോങ്ങിന് സ്റ്റാർട്ടിങ്ങിലായിരുന്നു. അതില് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. എന്നെ രണ്ടുപേർ തിരിച്ചറിയണം, എനിക്കൊരു പൊസിഷനിൽ എത്തണം എന്നൊരു ആഗ്രഹം വന്നത് എപ്പോഴാണ്? എനിക്കങ്ങനെ രണ്ടുപേര് തിരിച്ചറിയണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായില്ല. എല്ലാവരും ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ സന്തോഷം. ഇപ്പോഴും അതേ പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇല്ല, പക്ഷെ അന്ന് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, ഫെയിം ആവണം, അങ്ങനെ കുറെ പൈസ കിട്ടണം, അങ്ങനെയൊന്നുമില്ല. എനിക്കെന്തോ അഭിനയിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ പഠിത്തത്തിൽ ഉഴപ്പിയാന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പഠിത്തത്തിൽ ഉഴപ്പിയും ഡാൻസിൽ നല്ല മികവും കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. CBSE ഡിസ്ട്രിക്ട് ടോപ്പറാണ്. ആണല്ലേ? ഞാൻ 10th ടോപ്പറാണ്, +2 ടോപ്പറാണ്, എൻ്റെ യൂണിവേഴ്സിറ്റി 2nd ടോപ്പറാണ്, അമൃത യൂണിവേഴ്സിറ്റി. പഠിത്തത്തിൽ ഒരിക്കലും ഉഴപ്പിയിട്ടില്ല. അപ്പം പഠിത്തത്തോടൊപ്പം തന്നെ നമ്മൾ ഇതും കൊണ്ടുപോകും. പഠിത്തത്തിൽ ഉഴപ്പിയെന്ന് എൻ്റെ അമ്മ എന്നെ കൊല്ലും. അമ്മ ടീച്ചറാണ്. എനിക്ക് പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ പഠിത്തം ഒരു സൈഡിൽ, മാത്സിലാണ് 0 ആയിരുന്നു. പക്ഷെ
ബാക്കി എല്ലാ സബ്ജക്ട്സും ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷ് സ്പെഷ്യലി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സ്പെഷ്യലൈസ് ചെയ്തു. ഗ്രാജുവേഷൻ ഇംഗ്ലീഷ് ആയിരുന്നു. ഇപ്പൊ എല്ലാ അമ്മമാർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ, എന്റെ മോള് ഇന്നതാവണം, എന്റെ മോൻ ഇന്നതാവണം. അതുപോലെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു? അമ്മയ്ക്ക് എന്നെ IAS എഴുതിക്കണം എന്നായിരുന്നു. ഇവിടുന്ന് പറപ്പിക്കണം. അമ്മയ്ക്ക് എന്താ വെച്ചാൽ അമ്മ പറയും, നീ ഏബിളാണ്, നിനക്ക് പറ്റും, നീ അത് ചെയ്യാം. അമ്മയ്ക്ക് ഭയങ്കര വലിയ ആഗ്രഹങ്ങളായിരുന്നു, എല്ലാ അമ്മമാരെയും പോലെ IAS. പക്ഷെ അത് ഇല്ലാച്ചിട്ട് അമ്മയ്ക്ക് നിരാശയൊന്നുമില്ല, എന്നെ പ്രഷർ ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ട്രൈ ചെയ്യ് എന്നേ പറയൂ, നീ ശ്രമിക്ക്, അത്രേ പറയുള്ളൂ. പക്ഷെ IAS എഴുതിക്കണം എന്നായിരുന്നു ഭയങ്കര. ഇന്ന് ഇവിടം വരെയൊക്കെ എത്തുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചായിരുന്നോ? ഒരിക്കലുമില്ല. ചിന്തിച്ചില്ല. ഒരിക്കലുമില്ല. ഇപ്പൊ നമ്മളൊരു സ്റ്റാർ വാലിയിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് പറയും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേടി, ഇങ്ങനെ സാരി കൊടുത്ത് നടക്കുക. ഒരുപാട് അവനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോഴില്ല. തുടക്ക സമയത്ത് അതെന്തൊക്കെയായിരുന്നു ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്? എൻ്റെ അടുത്ത് ഫസ്റ്റ് വീട്ടിൽ നിന്നാവുമ്പോൾ അവരാരും മീഡിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ അല്ലെങ്കിൽ ഇതെന്താന്ന് പോലും അറിയുന്ന ആൾക്കാരല്ല അവിടെ ആരും. പിന്നെ എൻ്റെ നാടെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഗ്രാമമാണ്, കുഗ്രാമമാണ്. അവിടെ ജീൻസും ടോപ്പും ഇട്ട് നടക്കുന്ന പെമ്പിളരൻ തന്നെ ഇങ്ങനെ ഇവിടെ പോക്കത്ര ശരിയല്ല അങ്ങനെ നോക്കുന്ന. അത് അവര് തെറ്റായിട്ട് മോശമായിട്ട് പറയല്ല കേട്ടോ, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്, ഭയങ്കര പ്രകൃതി രമണീയത എന്നൊക്കെ പറയില്ലേ. ഒരു പക്ഷെ അവരെ കൊച്ചി കൊണ്ടുവന്ന് ഒരു മാസം നിർത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും ചിലപ്പോ പുറത്ത് ഇങ്ങനെ ആണ്, അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു മോശം അല്ല എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷെ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകതര രീതിയുണ്ട്. ആമ്പിളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് മോശമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുപോലെ ആരെങ്കിലും ഇപ്പോൾ ആ സമയത്ത് വരിക, അത് പണ്ടൊക്കെ 6 മണിയാകുമ്പോൾ വീട്ടിൽ കയറി കാണും, 8 മണിക്ക് എന്നെ പുറത്ത് കണ്ടു കഴിഞ്ഞാല് അപ്പൊ എന്റെ ടീച്ചറുടെ മകളെന്നാണ് എനിക്ക് ഐഡന്റിറ്റി, അല്ലാതെ എനിക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി. അപ്പൊ ഈ ടീച്ചറിന്റെ മകളാന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് കൂടുതലായിരിക്കും, അമ്മയ്ക്കല്ല നാട്ടുകാർക്ക്. അതെ, അവർക്കെന്ന് വെച്ചാല് ടീച്ചറെ മോളാ. അപ്പൊ എന്നെ പുറത്തെവിടെയും കാണാൻ പോലും അവർക്ക് ആർക്കും കിട്ടാറില്ല. +2 വരയ്ക്കും പുറത്തെവിടേക്കും പോവാറില്ല. +2 അനിയൻ ഉണ്ടായ ശേഷമാണ് ഒന്ന് പുറത്തേക്ക് എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങാം എന്നുള്ളൊരു ഇത് വന്നത്. അപ്പോഴും ഈ രാത്രി സമയത്തൊക്കെ കുറച്ച് ഈ ഷൂട്ട് തുടങ്ങിയ ശേഷം എപ്പോഴെങ്കിലും കൊച്ചിയിൽ നിന്ന് ഞാൻ എപ്പോൾ തിരിച്ചെത്താനാ വീട്ടില്. എൻ്റെ വീട് ഇരിക്കുന്നത് എടപ്പാളിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ, പാലക്കാട് ജില്ലയിൽ അടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഒരു 3-3.5 മണിക്കൂറുണ്ട് എറണാകുളത്ത് നിന്ന് ട്രാവല്. അപ്പൊ ഞാനൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാറ്. അമ്മയ്ക്ക് ഭയങ്കര പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇത് നാട്ടുകാർക്കായിരുന്നു. അത് പക്ഷെ എൻ്റെ അമ്മയ്ക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ മോൾ എവിടെ പോലും പിടിച്ചു നിൽക്കും. അമ്മയ്ക്ക് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ആ വിശ്വാസം. ദൈവം സഹായിച്ച് ഇതുവരെയ്ക്കും ഞാൻ. പക്ഷെ ആ വിഷമം നാട്ടുകാർക്കുണ്ടല്ലേ, ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങനെ അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവരെന്നെ TV-യിൽ കാണാൻ തുടങ്ങിയപ്പോ അവർക്ക് മനസ്സിലായി ഓക്കെ അപ്പോ അടിപൊളിയാണ്. അപ്പൊ ഇപ്പൊ ഭയങ്കര അംഗീകാരമാണ്, എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. എല്ലാവരും ഞാൻ ഇടുന്ന പോസ്റ്റുകളും നമ്മൾ ഒക്കെ ഷെയർ ചെയ്യുന്നു. ഗ്രൂപ്പിലൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. നാട്ടിലൊരു ഗ്രൂപ്പിലൊക്കെ എന്നെ അപ്രിഷിയേറ്റ് ചെയ്തൊരു മെസ്സേജൊക്കെ അമ്മ എനിക്ക് കാണിച്ചു തന്നായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. കൈയടിപ്പിച്ചു. ഓഫ് കോഴ്സ് അതെ, ഭയങ്കര വിമർശനങ്ങളായിരുന്നു. എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഡ്രസ്സിങ് രീതിയെ കുറിച്ചും ഒക്കെ ഭയങ്കര സംസാരമായിരുന്നു. ഇപ്പൊ ആരും കാണാനില്ല. ഈ വളർന്നു വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ഒരു കഥ എന്തുമായിരിക്കും? അതായത് ഇപ്പൊ കമന്റ്സുകൾ വരുമല്ലോ, നമ്മുടെ കൂടെ നിൽക്കുന്നവര് തന്നെ നമ്മളെ കുറ്റം പറയുമ്പോൾ നമ്മൾ സഹിക്കത്തില്ലല്ലേ, ബാക്കി ആര് പറഞ്ഞാൽ വലിയ മൈൻഡ്. അങ്ങനെ ഏറ്റവും ഉണ്ടായ ഒരു വിഷമം എന്തുവായിരുന്നു ഒരു കമന്റിലാണെങ്കിൽ പോലും? ഇല്ല, കമന്റ്സിലൊന്നും എനിക്ക് അങ്ങനെ വിഷമം തോന്നിയിട്ടില്ല. എനിക്ക് എന്നാലും കൂടെ നിൽക്കുന്ന സമയത്ത് ആളുകൾ പറഞ്ഞു നിന്നെ കൊണ്ടൊന്നും പറ്റിയ പണിയല്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനാണ് ആകെ എൻ്റെ ലൈഫിൽ എന്നെ മാക്സിമം ബാക്കിലോട്ട് വലിക്കണം എന്നുള്ളൊരു ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മേ ബി അച്ഛനത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല. എനിക്ക് പഠിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ +2-ൽ നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ലൊരു കോളേജിൽ ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ അമൃതയിൽ അഡ്മിഷൻ കിട്ടി. ഫീസൊക്കെ ഭയങ്കര, ഇപ്പോഴും നോക്കിയ ഫീസ് സ്ട്രക്ചറൊക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ലെവലല്ലായിരുന്നു ആ ഫീസ് സ്ട്രക്ചർ. പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹവും ആയിപ്പോയി പഠിക്കണം. ഇൻഫ്രയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വാവ്, അത്ര അടിപൊളി കോളേജായിരുന്നു. പിന്നെ അവിടുത്തെ സർട്ടിഫിക്കേഷൻ ഭയങ്കര നല്ലതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അമൃത. അപ്പം അമ്മയ്ക്കും അതെ ഭയങ്കര. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്ക്, നമുക്ക് എന്തെങ്കിലും അച്ഛനും കൂടി ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അപ്പം
അപ്പം അച്ഛനോട് ഞാൻ സംസാരിച്ചപ്പോൾ അമ്മ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ആദ്യം അവളെ വല്ല പാരലൽ കോളേജിൽ വിട്ട് പഠിപ്പിക്കും, പിന്നെ കോളേജിലാണോ വിടുന്നതെന്ന് വെച്ചു. അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും അച്ഛൻ അങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. ഭയങ്കര സങ്കടമല്ല, എന്തുകൊണ്ട് എന്നോട് അങ്ങനെ എന്നൊരു തോട്ട് പ്രോസസ്. അതും അമ്മ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ അത് പറയുമ്പോൾ അല്ലേ, അത് കുറച്ച് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ചങ്ക അവിടെ നിന്ന് നീ ഇന്ന് വളർന്നു വന്നത് ചെറുതാണോ? അത്രയും ചിന്തിക്കുക. അത് ഇത്രയും കണ്ണു നിറയാൻ കാരണം വേറെ ആര് പറഞ്ഞാലും നമുക്ക് അത്ര ഫീല് വരത്തില്ലല്ലേ? അച്ഛൻ പറയുമ്പോ അത് വിഷമമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അതില് അച്ഛനോട് എനിക്ക് ഇപ്പോഴും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം പുള്ളി എന്നിൽ ഉണ്ടാക്കി തന്ന ഫയർ ചില്ലറയൊന്നുമല്ല. ശരിക്കും നമ്മുടെ വളർച്ചയിൽ ശത്രുക്കൾ വേണം. സത്യം. അച്ഛൻ ഒരിക്കലും എന്റെ ശത്രു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് കേറി പോണെങ്കിൽ ഒരാൾ വേണം അല്ലേ? അതെ, അതൊരു ഒരു എന്താ പറയാ, ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ഇന്ന് അഷികയുടെ കണ്ണ് നിറയുമ്പോഴേ ഞങ്ങള് സ്ക്രീനിൽ കണ്ടൊരു അഷികയുണ്ട്, അതായത് ചിരിച്ച് കളിച്ച് റീലൊക്കെ എടുക്കുന്ന. ശരിക്കും ഈ ചിരിച്ച് കളിക്കുന്ന ഒരു ഉള്ളിനുള്ളിൽ വിഷമങ്ങളുണ്ടല്ലേ? അതാർക്കും അറിയത്തില്ല. ആർക്കും അറിയില്ല, അതാർക്കും അറിയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കും അതെ കേട്ടോ. ഞാൻ എൻ്റെ വിഷമങ്ങളൊന്നും സത്യം പറഞ്ഞാൽ കുറേ ആയിട്ട് കരഞ്ഞിട്ട് നിങ്ങളായിരിക്കും ആദ്യമായിട്ട് ഞാൻ കരയുന്ന കാണുന്നുണ്ടാവുക. ഇല്ല, ഞാൻ ആരുടെ മുന്നിലും കരയാറില്ല, അങ്ങനെ ആരോടും വിഷമങ്ങളും പറയാറില്ല. ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ്. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സങ്കടം വരുമല്ലോ, മനുഷ്യന്മാരല്ലേ. ലൈഫിൽ നമ്മൾ എത്രയൊക്കെ വളർന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദന കാണും, അത് മറ്റാർക്കും അറിയത്തില്ല. അറിയാതിരിക്കുന്നേ നല്ലത്. അതാണ് നല്ലത്. എന്നാലും അഷികയുടെ കണ്ണില് എഴുതി വെച്ചിട്ടുണ്ട്, അത് പറയാൻ ആഗ്രഹിക്കുന്നു. അമ്മ, അച്ഛൻ, ഫാമിലി. ഞാൻ കേട്ടൊരു കഥ കേട്ടോ, എനിക്ക് എത്ര കൂട്ടുകാരുണ്ടെങ്കിലും എനിക്ക് എത്ര വലിയ ഫെയിം ഉണ്ടെങ്കിലും എൻ്റെ ഫാമിലി എൻ്റെ മെയിൻ ആണെന്നല്ലേ? അത് പറയണ്ടേ? കാരണം എന്തുവാ? കാരണം ഞാൻ ഇപ്പോഴും ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയതും ഇത്രയും വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള ഒരു മോട്ടിവേഷനൊക്കെ എനിക്കൊന്ന് ഇൻഡിപെൻഡൻ്റ് ആവണമെന്നായിരുന്നു മനസ്സിൽ. എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് അതായിരുന്നു. ഈ ചോദിച്ച പോലെ ആൾക്കാർ തിരിച്ചറിയണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അന്നില്ല. എന്താ വെച്ചാൽ അമ്മ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് ഒരുപാട് കുഞ്ഞിലെ തൊട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഒറ്റയ്ക്കായിരുന്നു. ഷീസ് എ ഫൈറ്റർ. ഇപ്പോഴും അത്. അച്ഛനും അമ്മയും ഞാൻ കുഞ്ഞിലെ തൊട്ട് തന്നെ സെപ്പറേറ്റഡ് ആയിരുന്നു അവര്. പക്ഷെ എനിക്കങ്ങനത്തെ ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും അവരാരും അറിയിച്ചിട്ടില്ല. ഞാൻ ഹാപ്പി ആയിരുന്നു. ഞാനും അമ്മയും അമ്മയുടെ പേരൻസും ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ട് ഞങ്ങള് ഭയങ്കര തകർപ്പൻ ലൈഫായിരുന്നു. എന്നാൽ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ ഒരു അച്ഛൻ ഇല്ലാത്തതിന്റെ ഒരു വേദന ഉണ്ട്. ഓഫ് കോഴ്സ്, ഞാനൊരു കാര്യം പറയട്ടെ, അതിപ്പോ എനിക്കെന്നല്ല, സിംഗിൾ പേരന്റ് കിഡ്സിന് എല്ലാവർക്കും ആ ഒരു ഇമോഷണൽ വൾണറബിലിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം ഒരു കുട്ടിയുടെ ഇമോഷണൽ ഹെൽത്തിലെ ഏറ്റവും വലിയ പങ്ക് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും കരുതലും തന്നെയാണ്. ഏതൊരു മക്കളും ഒരു അച്ഛന്റെ കൈക്ക് പിടിച്ചു പോകാൻ ആഗ്രഹിക്കുമല്ലേ? പ്രത്യേകിച്ച് പെൺമക്കള്. അത് ഒരു ആൺകുട്ടിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അനിയൻ അമ്മയോട് ഭയങ്കര അറ്റാച്ച്ഡാണ്. പെൺകുട്ടികൾക്കായിരിക്കും തീർച്ചയായിട്ടും ഒരു അച്ഛനോട് ഒരു ഇച്ചിരി ചായവ് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ എനിക്ക് അത് അറിയാത്തൊരു പ്രായം വരയ്ക്കും എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അച്ഛൻ്റെ ഒരു കുറവ് പറഞ്ഞിട്ടില്ല. കാരണം അമ്മയുടെ അച്ഛൻ അവിടെ വലിയൊരു സപ്പോർട്ടായിട്ട് അവിടെ ഉണ്ട്. അച്ഛൻ്റെ നെഞ്ചത്ത് കിടന്നേ ഉറങ്ങുള്ളൂ, അച്ഛൻ വേണം ഭക്ഷണം കഴിക്കാൻ, എണീക്കണമെങ്കിൽ അച്ഛൻ വേണം, പുറത്തു പോകണമെങ്കിൽ അച്ഛൻ, എല്ലാം അച്ഛനായിരുന്നു കംപ്ലീറ്റ്. അപ്പോൾ ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങളുള്ളപ്പോഴും ഫാമിലീസിന്റെ ഇടയിൽ പ്രശ്നങ്ങളുള്ളപ്പോഴും എന്നെ അതൊന്നും ബാധിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു. ഞാൻ അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 1.5 വയസ്സോ ഒക്കെ ഉള്ളപ്പോഴായിരിക്കും. എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വയ്യാതായപ്പോൾ വന്നു, എനിക്ക് പനിച്ച് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ അച്ഛൻ വന്നായിരുന്നു. അന്ന് അച്ഛൻ എനിക്കൊരു ഗിഫ്റ്റ് മേടിച്ചു തന്നായിരുന്നു. ഒരു ABCD മറ്റേ Z വരയ്ക്കും, A for ആപ്പിൾ, മറ്റേ അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിപ്പോഴും ഞാൻ കളഞ്ഞിട്ടില്ല. അന്നാണ് അച്ഛനെ അവസാനമായിട്ട് കാണുന്നത്? അല്ല, അന്നാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ ഓർമ്മ വെച്ച് ഞാൻ അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോഴാണ്. അപ്പൊ അതിനുശേഷം ഒന്ന് കോംപ്രമൈസ് ഒക്കെ ഇവര് ഒരുമിച്ചായിരുന്നു, ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അച്ഛൻ ദുബായിലാണ് വർക്ക് ചെയ്തിരുന്നത്, ലീവിന് നാട്ടിലേക്ക് വരും. അപ്പോൾ വരുമ്പോൾ കാണും, അപ്പോൾ അച്ഛനൊക്കെ കാണാൻ ഭയങ്കര
ഭയങ്കര കൊതിയായിരുന്നു. എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരും, എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരും. കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരി സത്യം പറഞ്ഞാൽ അച്ഛൻ ഇന്നത് കൊണ്ടുവരുന്നുള്ളൊരു സാധനം അന്നില്ല. അന്ന് എന്താ വെച്ചാൽ അച്ഛനോട് സംസാരിക്കണം, എന്താ പറയാ, അച്ഛനെ കൂടുതൽ അറിയാനുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അച്ഛൻ എന്നോട് അപ്പോഴും ഒരു എന്താ അറിയില്ല, മേ ബി ചെറുപ്പത്തിൽ എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഭയങ്കര അകൽച്ചയുണ്ടായിരുന്നു. എപ്പോഴും എന്നെ എടുത്ത് നടന്നതായിട്ട് ഒരു ഓർമ്മ പോലും എനിക്കില്ല. അങ്ങനെ എന്നെ എടുത്ത് നടക്കുകയോ. ഈ അകൽച്ച ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു നിമിഷം എപ്പോഴായിരുന്നു? കോളേജിൽ പോകുമ്പോഴാണ് എനിക്ക് കാരണം എല്ലാ ഫ്രണ്ട്സും വീക്കെൻഡ് ആകുമ്പോൾ വീട്ടിലോട്ട് പോകും. അപ്പൊ എല്ലാവരുടെയും അച്ഛൻ വരും, അമ്മമാര് വരും. ഇവിടെ എൻ്റെ അമ്മ ടീച്ചറാണ്. അപ്പോൾ അമ്മയ്ക്ക് ആകെ കിട്ടുന്ന ലീവ്, എന്നാലും അമ്മ പാവം ആ ഒരു ലീവുള്ള ദിവസവും കോയമ്പത്തൂർക്ക് വരും. അനിയനെയും കൂട്ടി ചില ദിവസം അനിയനെ കൂട്ടി വരും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു എവിടേക്കൊക്കെ ഒരു വോയിഡ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. പിന്നെ എന്താ വെച്ചാൽ എല്ലാ മക്കളും, അപ്പൊ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരു ആൺകുട്ടീനെ അറിയുന്നത് ഫസ്റ്റ് അച്ഛനിലൂടെ ആയിരിക്കും. തീർച്ചയായിട്ടും എനിക്കങ്ങനെ അറിയാനൊരു സ്കോപ്പ് ഉണ്ടായില്ല. എങ്ങനെ ആയിരിക്കും ഒരു ആൺകുട്ടി, അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ ഇമോഷണൽ ആ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് ഒട്ടും അറിയില്ല. ഞാനൊരു 7th പഠിക്കുമ്പോഴേ അച്ഛൻ മരിച്ചു. പിന്നെ ഞാനും അമ്മയും അമ്മമ്മയും മാത്രമാണ് ലോകം. പിന്നെ അനിയൻ ഉണ്ടാവുന്നതൊക്കെ പിന്നെ ഞാൻ +1 ഒക്കെ ആയി, അച്ഛനും അമ്മയും കൂടി ഒന്ന് കോംപ്രമൈസ് ഒക്കെ ആയി, നോക്കിയായി എന്ന് ഞാൻ വിചാരിക്കുമ്പോഴാണ് പിന്നീട് അനിയൻ വരുന്നു. അതൊരു വേറെ ട്വിസ്റ്റ് ആയിരുന്നു. അപ്പോഴത്തേക്കും ഓക്കെ ആവും, നല്ല രീതിയാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും പിന്നെയും അപ്പോഴും എൻ്റെ സ്റ്റേറ്റ് സെയിം തന്നെയാണ്. അവിടം തൊട്ട് ഇവിടം വരയ്ക്കും എനിക്ക് ആ ഒരു സംഭവം വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ആ ഒരു സ്പേസിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്, അയ്യോ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കുറച്ചും കൂടി കൂടെ നിൽക്കാൻ. അച്ഛൻ വേണമെന്നില്ല, എനിക്ക് മുതിർന്നൊരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ പോലും പോലും നന്നായിരുന്നു. കസിൻസ് ഉണ്ട്, ഫാമിലി റിലേറ്റീവ് എല്ലാവരും ഉണ്ട്. പക്ഷെ എന്നാലും എങ്കിൽ പോലും നമുക്ക് ഒരു സെൻസ് ഓഫ് ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു തണൽ എപ്പോഴും അത് സീക്ക് ചെയ്തിരുന്നു. ഇപ്പോഴല്ല കേട്ടോ, ഇപ്പൊ എൻറ്റയർലി ആ ഒരു ചിന്താഗതിയൊക്കെ മേ ബി ആ ഒരു അങ്ങനെയാണല്ലോ. കുറേ നിലവിൽ അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്, അനിയനുണ്ട്, ഹാപ്പി പോകും, സുഖമായി പോകും. അച്ഛൻ കാണുന്നുണ്ടെങ്കിൽ എന്തോ അച്ഛനോട് ഈ നിമിഷം ക്യാമറ നോക്കി പറയാനുള്ളേ? കുറെ കാര്യങ്ങള് മനസ്സിലാക്കായിരുന്നു, കുറച്ചൊക്കെ വിട്ടുകൊടുക്കായിരുന്നു. ഈ കൈവിട്ടുകളയാൻ എളുപ്പമല്ലേ? വിട്ടുകളയെന്താ, ഇതിങ്ങനെ പറഞ്ഞു തിരിച്ചു പിടിക്കാൻ ചില കാര്യങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. അത് എനിക്കും ചേട്ടനും ഇവിടെയുള്ള എല്ലാവർക്കും അങ്ങനെയാണ്. പല കാര്യങ്ങളും നോ പറയാൻ പറയാൻ പറ്റും. പക്ഷെ ആ നോ പറഞ്ഞു പോയ ശേഷം അയ്യോ പോയല്ലോ എന്ന് പറഞ്ഞ ആലോചിച്ചിട്ട് ഒരു പക്ഷെ ഒന്ന് ഇരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ തീരാവുന്ന. ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷെ എനിക്ക് അമ്മയാണ് റോൾ മോഡൽ ഞാൻ പലപ്പോഴും പറയുന്നതിന്റെ റീസൺ അതാണ്. കാരണം എത്രയൊക്കെ ഇപ്പോൾ അച്ഛൻ്റെ ഭാഗത്തുനിന്നും അവരുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്നും ഒക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഹരാസിങ്ങും ഒറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടായപ്പോൾ പോലും അമ്മ ആക്ച്വലി അമ്മയുടെ കല്യാണം കഴിയുന്നത് 19 വയസ്സിലാണ്. അമ്മയുടെ അന്ന് 3rd ഇയർ പഠിക്കുമ്പോൾ അമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മ എന്നെ ക്യാരിങ് ആയിരുന്നു. അതായത് കോളേജിൽ സർട്ടിഫിക്കേഷന് പോകുന്ന സമയത്ത് ഞാൻ ഉണ്ട് ആക്ച്വലി അമ്മയ്ക്ക്. അപ്പോൾ അത്രയും കുഞ്ഞായിരുന്നു. അപ്പൊ അച്ഛൻ ആർമിയിലായിരുന്നു, അമ്മമ്മ ഹൗസ് വൈഫാണ്, ചെന്നൈയിലാണ്. അമ്മ കംപ്ലീറ്റ്ലി ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ ചെന്നൈയിൽ ജനിച്ചു വളർന്നു എന്നല്ലാതെ അമ്മ ഭയങ്കര സൈലന്റ് ആയിട്ടൊരു ക്യാരക്ടർ ആയിരുന്നു. അങ്ങനെയാണ് എല്ലാവരും. എനിക്കിപ്പോഴും ഞാൻ അടുത്ത് ചെന്നൈ പോയിട്ട് വിസിറ്റ് ചെയ്തപ്പോഴും അവിടെയുള്ള എല്ലാവർക്കും അമ്മ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ജ്യോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയാൻ വാക്കുകളില്ല. അപ്പൊ ഇപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഞാൻ ഭയങ്കര സംസാരിച്ച് തുടങ്ങിയപ്പോൾ എല്ലാവരും പറയും നിന്റെ അമ്മ എന്ത് സൈലന്റ് ആയിരുന്നു, സാപ്റ്റിയാമ്മ എന്ന് ചോദിച്ചാൽ സാപ്റ്റേങ്ക, അവളോ അത്രേ ഉള്ളൂ പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എൻ്റെ അമ്മയോ അങ്ങനെ. പക്ഷെ അമ്മ ഇപ്പോ ഭയങ്കര ബോൾഡായി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അശ്വിക പറയുന്നുണ്ട് എന്റെ റോൾ മോഡലാ അമ്മ. അത് പറയണമെങ്കിൽ കണ്ടും കേട്ടും കുറെ അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ. ഒരു അമ്മയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ അശ്വിക? അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുക പോലും ഇല്ല. കാരണം അച്ഛന് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന് പോയ സമയത്ത് എൻ്റെ അമ്മയ്ക്കും പോവായിരുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താ, അച്ഛനും അമ്മയ്ക്കും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് ഒരു കുഞ്ഞിലുള്ളൂ. അമ്മയ്ക്ക് പറയാറുന്നില്ല എനിക്ക് നോക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പക്ഷെ അമ്മ ചേർത്ത് പിടിച്ചു. അമ്മ
എൻ്റെ അനിയൻ ഉണ്ടാവുന്ന വരയ്ക്കും അമ്മ എനിക്ക് വേണ്ടി ജീവിച്ചു. അപ്പം അനിയൻ ഉണ്ടായപ്പോൾ എനിക്കും അവനും വേണ്ടി ജീവിക്കുന്നു. അപ്പോഴും ഞാൻ ഒരു പ്രായത്തിൽ ഇപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എന്തിനാ ഈ കാത്തിരിപ്പ്, ആരും മനസ്സിലാക്കുന്ന വെച്ചിട്ടാ. എല്ലാവർക്കും എവ്രിബഡി ഡിസേർവ്സ് ഹാപ്പിനെസ്, റൈറ്റ്? ഒരു പോയിന്റിലെങ്കിലും ഒരു സന്തോഷമോ സമാധാനമോ ജീവിതത്തിൽ വേണ്ടേ എന്ന് ചോദിച്ചപ്പോഴും അമ്മ പറഞ്ഞു, ഇല്ല, അച്ഛന് മനസ്സിലാവും, അച്ഛൻ വരും. ഇന്നും അച്ഛൻ തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുന്നു. ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 6 മാസം മുമ്പ് വரைക്കും ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഞാനൊരു ഒഫീഷ്യലി അമ്മ ഇപ്പോഴാണ് ഒരു തീരുമാനത്തിലെത്തിയത്. എനിക്ക് ഭയങ്കര അതിശയം അതാണ്. 27 വർഷം അന്ധകാലത്തെ പ്രണയത്തിനൊക്കെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ഇന്നല്ല കാലം. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവർ തമ്മിൽ പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ചവരും അല്ല. അതാണ് കല്യാണം കഴിച്ചിട്ട് പ്രണയിച്ചവരാ. കല്യാണം കഴിച്ച് അമ്മയ്ക്ക് എന്താ വെച്ചാൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് പക്കയാ. ഞാൻ തൊഴുതുപോയൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോ ഒരുപാട് റിലേഷൻഷിപ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരുപാട് ഇട്ടേച്ചു പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള വാക്ക് മനസ്സിലാക്കണം. ഭയങ്കര, അതായത് മാക്സിമം എഫേർട്ട്, അതായത് അമ്മയ്ക്ക് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ പറ്റുന്നു ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. നമുക്കിങ്ങനെ ഭയങ്കര സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ആലോചിക്കും, എനിക്കൊക്കെ എന്ത് സങ്കടം. ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ സങ്കടങ്ങളെ ഉണ്ടായിട്ടില്ല അത് വെച്ച് നോക്കുമ്പോൾ. അപ്പം എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഓരോ സെക്കൻഡ് ഞാൻ വിചാരിക്കും, ഇത്ര വിഷമമായിട്ട് അമ്മയ്ക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. ഇപ്പം പറഞ്ഞു അച്ഛൻ ഇല്ലാത്തതിന്റെ കുറവ് പോലും അമ്മ നികത്തി എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് തോന്നിയ ഒരു നിമിഷം എപ്പോഴായിരുന്നു? എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അമ്മ ഉണ്ട് അവിടെ. എനിക്ക് ഏത് സെക്കൻഡും, രാത്രി 2 മണി ആയിക്കോട്ടെ, ചില സമയത്തൊക്കെ നമുക്ക് മനുഷ്യന്മാരല്ലേ, ചില പോയിന്റിൽ ഇപ്പൊ ഇങ്ങനെ ചിരിച്ച് നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു പോയിന്റ് പൊട്ടിപ്പോവും എവിടേക്കോ. എല്ലാവർക്കും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഒരു പോയിന്റിൽ നമുക്ക് ടപ്പ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഡൗൺ ആവും. ആ ഒരു സെക്കൻഡിൽ രാത്രി 2 മണിയല്ല 3 മണിയാണെങ്കിൽ പോലും അമ്മ ടീച്ചറാണ്. അതിന് നിന്റെ എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര ഫെയിം ഉണ്ടെങ്കിലും അല്ലേ, അമ്മയ്ക്ക് എന്തിനു പൈസ, എൻ്റെ അടുത്ത് എന്ത് ഫെയിം ഒന്നുമില്ല. അമ്മയ്ക്ക് വളരെ സന്തോഷം. ഞാനിപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുമ്പോൾ അമ്മ ഒരിക്കലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, എന്ത് നീ പോയി പണി എടുത്തിട്ട് എനിക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ ഒരുപാട് വിഷമിക്കുമ്പോൾ എന്നോട് പറയും, നീ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നേ, എനിക്ക് ആരോഗ്യമുള്ളവരെ ഞാൻ നിന്നെ നോക്കാം, ഇപ്പോഴും പറയും. ശരിക്കും ആ അമ്മയുടെ ഒക്കെ വാല്യൂ തിരിച്ചറിയുമ്പം നമുക്ക് ഉള്ളിൽ വരുന്ന ഒന്നും അല്ലല്ലേ, ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരുപാട്. അങ്ങനെ ചേർത്ത് പിടിച്ചൊരു അനുഭവം ഒന്ന് പങ്കുവെക്കാം. അമ്മ പൊട്ടി തകർന്നിരിക്കുന്ന അവസ്ഥയിൽ അമ്മയോട് പോയി കെട്ടിപ്പിടിച്ച് പറഞ്ഞപ്പം ആ ചേർത്ത് പിടിച്ച കഥയൊന്ന് പങ്കുവെക്കാം. കുറേ ഉണ്ട്, ഒന്നൊന്നും പോരാ. അങ്ങനെ ഇഷ്ടംപോലെ സിറ്റുവേഷൻസ് ഉണ്ട്. തുടങ്ങുവാണെങ്കിൽ പഠിത്തത്തിൽ തൊട്ട് സപ്പോർട്ട് അമ്മയാണ്. അതിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമ്പോഴും അമ്മ പറഞ്ഞു, ഞാൻ ലോൺ എടുക്കാം, നീ പഠിച്ചു. അതും പൈസ ഒന്നും കണ്ടിട്ടൊന്നുമല്ല അമ്മ പറയുന്നത്. ഞാൻ പഠിച്ചത് ഗ്രാജുവേഷൻ, എഞ്ചിനീയറിംഗോ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലും അല്ല. ഞാൻ പഠിച്ചത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അമ്മ പറഞ്ഞു, ഞാൻ ലോൺ എടുക്കാം, നീ പഠിച്ചു. അതിങ്ങനെ വലിയ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ബാധ്യതകളോ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ. പക്ഷെ എന്താ പറയാ, നമുക്കൊരു വലിയ സംഭവം അഫോർഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ പഠിച്ചോ, ഞാൻ ലോൺ എടുത്തോളാം. എന്താ പറയുക, ധൈര്യത്തിൽ എന്നെ വിട്ട്. അതും എന്താ, ഗ്രാജുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജോലി കിട്ടാനാ? അതൊക്കെ ആര് പ്രതീക്ഷിക്കുന്നു? എനിക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവും എന്നൊക്കെ അമ്മയ്ക്ക് 7 സെൻസ് ഒന്നും ഇല്ല. എന്തായാലും ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യും, സമ്പാദിക്കാൻ തുടങ്ങും, സിനിമ ചെയ്യുന്നൊക്കെ ആർക്കും അറിയില്ല. അമ്മ ഒന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഞാനൊരു എന്റർടൈൻമെന്റ് ഫീൽഡ് കയറുമെന്നൊന്നും. കാരണം ഒരു മേക്കപ്പ് ചെയ്യാൻ അറിയില്ല, ഒരു മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ പേരറിയില്ല, ഒരു പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പോലും അറിയില്ല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ശരത്ത്, എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട് സ്കൂളിൽ. അപ്പോൾ ശരത്തും പ്രണവും ഗ്രീഷ്മയും ഇതൊക്കെ ഇഷ്ടം പോലെ കളിയാക്കിയിട്ടുണ്ട് എന്നെ. അയ്യോ എന്ത് ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യാറുണ്ട്. അതായത് ഒട്ടും ഡ്രസ്സ് ചെയ്യാനും അറിയില്ല, കാണാനൊരു കോലും ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ടൈം എനിക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് അമ്മ എങ്ങനെ പ്രതീക്ഷിക്കാനാ ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ എത്തുമെന്ന് അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല. അതൊന്ന്. പിന്നെ എൻ്റെ ഒരു എൻഗേജ്മെന്റ് ഭയങ്കര എല്ലാവരും കൂടി ആഘോഷ കാര്യം. കല്യാണം കഴിഞ്ഞതാണോ? എൻഗേജ്മെന്റ് കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല ഗൈസ്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻഗേജ്മെന്റ് പ്രണയമായിരുന്നോ? 2021.
അതും ഇതുപോലെ വീട്ടുകാരുടെ സമ്മതപ്രകാരമുള്ള സമ്മതപ്രകാരം അവരാലോചിച്ചു വന്നു. അതും ഈ ആരുമില്ല, ഒറ്റയ്ക്കാണ്, അപ്പൊ ഒരു തുണ വേണം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചായിരുന്നു. അപ്പൊ അതും ഓക്കെ ആവില്ല എന്ന് തോന്നിയൊരു ഘട്ടത്തിൽ ഇപ്പൊ എല്ലാ വീട്ടുകാരും നിർബന്ധിച്ച് നീ അത് ചെയ്തേ പറ്റൂ. ഇപ്പൊ ഒരുപാട് പെൺകുട്ടികളെ ഇപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, ഒരുപാട് പെൺകുട്ടികൾ അവരുടെ സമ്മതമില്ലാതെ കല്യാണം കഴിപ്പിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കല്യാണം കഴിപ്പിച്ചിട്ട് വേർപിരിക്കുന്ന പേരൻസും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന അവരോടൊക്കെ എന്തുവാ പറയാനുള്ളത്? അതായത് പെൺകുട്ടികൾ കൊടുക്കേണ്ട സ്വാതന്ത്ര്യം കൊടുക്കണം. പ്ലീസ്, പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതല്ല, ഓരോ പെൺകുട്ടിക്ക് അവളുടേതായിട്ടുള്ള ഒരു ഇമോഷണൽ മെച്ചോറിറ്റി എത്തുന്ന അവൾക്ക് തന്നെ സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് നിങ്ങൾ പറയുന്നോ പേരൻസ് ആണ് അല്ലാന്നല്ല, ഒരിക്കലും പറയുന്നില്ല. പേരൻസ് തന്നെയാണ് എല്ലാം. അവരുടെ മെന്റൽ ഹെൽത്തും അവരുടെ സിറ്റുവേഷൻസും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം നോക്കണം. പക്ഷെ ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പെൺകുട്ടിക്ക് ഒരു ഇമോഷണൽ സ്ട്രെങ്ത് വേണ്ടേ? ഒരാളെ ഒരു പാർട്ട്ണറെ ലൈഫ് ലോങ് ചേർത്ത് പിടിക്കാൻ ഒരു ചില്ലറ സ്ട്രെങ്ത് ഒന്നും പോരാ. തീർച്ചയായിട്ടും. കാരണം ഇത് പശു അല്ലല്ലോ, കയറ് അഴിച്ചു വിടാൻ പറ്റത്തില്ലല്ലോ. ഒരു ചേർത്ത് പിടിക്കണം, കുറെ സാക്രിഫൈസ് ചെയ്യണം, ക്ഷമിക്കണം, സഹിക്കണം, ഫൈറ്റ് ചെയ്യണം. ഫാമിലി എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. തീർച്ചയായിട്ടും. കാരണം എനിക്കൊക്കെ പ്രത്യേകിച്ച് ഒരു ഫാമിലിയുടെ വാല്യൂ നന്നായിട്ട് അറിയാം. ഒരു ഫാമിലി ചേർത്ത് പിടിക്കാൻ പെടുന്ന ഒരു പെടാപ്പാടുണ്ടല്ലോ, അത് ചില്ലറയൊന്നും അല്ല. ഇത് ശരിക്കും ഒരു വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ പരസ്പരം മനസ്സിലാക്കുക അല്ലേ, അല്ലാതെ വീട്ടുകാരുടെ നിർബന്ധത്തിന് പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇന്ന്. ഒരിക്കലും ചെയ്യരുത്. പിന്നെ അല്ലെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. ബാക്കിയുള്ള ഒരു സന്തോഷത്തിന് ഇങ്ങനെ ജീവിച്ചോട്ടെ. എത്ര കാലം അങ്ങനെ ജീവിക്കും? അങ്ങനെ ജീവിച്ചിട്ട് എന്താ പോയിന്റ്? ആകെ എന്താ പറയാ, നമ്മൾ ഭൂമിയിലുള്ള സമയം ഇത്ര സമയം, സമാധാനമാണ് വലുത്. ഏറ്റവും അത് പഠിച്ചു. ഓ ശരിക്കും എത്ര ലക്ഷം കോടി വന്നാലും ഒന്നും വേണ്ട. എനിക്ക് സമാധാനം ഒരു തട്ടിലും 1 കോടി രൂപ ഇപ്പുറം എനിക്ക് സമാധാനം മതി. കാരണം 1 കോടി കിട്ടിയിട്ട് എന്താ കാര്യം? ഒരു നേരം സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ ആർക്കും വേണ്ടി തീരുമാനിക്കേണ്ടതല്ല ജീവിതം. അപ്പൊ ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് അശിക ഇന്ന് സംസാരിച്ചത് അല്ലേ? അങ്ങനെ എൻഗേജ്മെന്റ് കഴിയുന്നു. പിന്നീട് എങ്ങനെയായിരുന്നു യാത്ര? ആ സമയത്തും അത് വേണ്ട എന്ന് വെച്ചപ്പോഴും അമ്മ പറഞ്ഞു നീ ഓക്കെ അല്ലെങ്കിൽ വേണ്ട. അമ്മ പറഞ്ഞു നീ ഓക്കെ അല്ലെങ്കിൽ. പക്ഷെ അപ്പോഴും അമ്മ നേരിടേണ്ടി വന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഷീൽഡാണ് എപ്പോഴും അമ്മ. പക്ഷെ 100 പേര് അപ്പുറത്തുണ്ട്. അമ്മേനെ എന്തൊക്കെയോ പറഞ്ഞു കാണും, പക്ഷെ എനിക്ക് ഇന്നേ വരെ അറിയില്ല. അതമ്മ പറഞ്ഞിട്ടുമില്ല. അതാ അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ആരെങ്കിലും എത്ര പേര് മോശം പറഞ്ഞാണ്. ഇപ്പൊ ഒരു പെൺകുട്ടി, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പെൺകുട്ടി എൻഗേജ്മെന്റ് വേണ്ട, മുടങ്ങിപ്പോയി, ഒരുപാട് പരാമർശങ്ങൾ വരും. പക്ഷെ അതൊന്നും അമ്മനോട് പറഞ്ഞിട്ടേ ഇല്ല. അശിക പറഞ്ഞപ്പം എന്തോ അമ്മ പ്രതികരിച്ചേ? മോക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ ഓക്കെ അല്ലെങ്കിൽ വേണ്ട. അത് അന്നും ഇന്നും അങ്ങനെ പറയും, നീ ഓക്കെ അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ സപ്പോർട്ടായിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോഴും. ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ട്രസ്റ്റ് ഇല്ലാണ്ട് എനിക്ക് റിലേഷൻഷിപ്പ് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ, ഒരു കുഴപ്പമില്ല, കൂൾ. അമ്മ അങ്ങനെ അവരോട് സംസാരിക്കാനും എല്ലാത്തിനും അമ്മ ഭയങ്കര ഓക്കെ ആയിരുന്നു. അമ്മ ഇല്ലെങ്കിൽ ഇന്ന് അശിക ഇവിടെ ഇരിക്കത്തില്ല, അത് ഉറപ്പാണ്. ഈ നിമിഷത്തിൽ അമ്മയ്ക്ക് എന്ത് കൊടുക്കും? അമ്മയ്ക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല. അമ്മയ്ക്ക് എന്താ കൊടുക്കുക? അമ്മയ്ക്ക് ഇനി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അമ്മ ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഒന്ന് വിട്ടിട്ട് അമ്മയുടെ ഹെൽത്തൊക്കെ ഒന്ന് നോക്കി ഒന്ന് റിലാക്സ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും ഒന്ന് ഓക്കെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നത്. ഈ ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരെ അശികയുടെ ഓരോ റീല് കാണുമ്പോഴും ഇവിടെയൊക്കെ സന്തോഷം. ശരിക്കും ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറെ വിഷമങ്ങളുണ്ടല്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. ഒരു പോയിന്റ് അല്ലെങ്കിൽ വേറൊരു പോയിന്റിൽ എന്തൊക്കെയൊക്കെയോ വേദനിപ്പിച്ചാണ്. ഇന്ന് അമ്മ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, ഒരു ഉമ്മ കൊടുത്തേ അമ്മയ്ക്ക്. ഒത്തിരി സന്തോഷമല്ലേ? അപ്പൊ ഇപ്പൊ സിനിമയിൽ വന്ന് എത്തി നിൽക്കുന്നു. അപ്പൊ അറിയാലോ, ഒരാളുടെ വളർച്ചയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളെല്ലാം വരും. ഏറ്റവും മനസ്സിന്റെ ഉള്ളിനുള്ളിൽ തൊട്ടൊരു കമന്റ് ഏതായിരിക്കും? ആ വാക്കുകളൊന്നും ഞാൻ അവിടെ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ നേരത്തെ എന്താ പറയാ, ഉപയോഗിച്ചു നമുക്ക് മ്യൂട്ട് ചെയ്യാം. അല്ല ഉപയോഗിച്ചോ? മ്യൂട്ട് ചെയ്തോ? അല്ല അങ്ങനെയല്ല, ഇങ്ങനെ ഇപ്പൊ കാടിച്ച് ജീവിക്കുന്നു, കൊടുത്ത് ജീവിക്കുന്നു, ഇതൊക്കെ എന്താ സംഭവം എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് എപ്പോഴെങ്കിലും അശികയ്ക്ക് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ കമന്റ് ഇടാൻ കാരണം ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് കൊണ്ടാണെന്ന്? ആയിരിക്കും, തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയാണല്ലോ
എല്ലാവരും വിചാരം കുറച്ച് എന്താ അപ്പൊ എല്ലാവരുടെയും വിചാരം ഇങ്ങനെ കാണിച്ച് നടക്കുന്നവർ ഇതാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് സത്യം പറയട്ടെ, ഇവിടെ ആരും കാണിക്കാൻ വേണ്ടി നടക്കുന്നില്ല. തീർച്ചയായിട്ടും എന്താ അവര് നോക്കുന്ന അവര് കണ്ടോട്ടെ, അവര് കണ്ട അവരുടെ മെന്റാലിറ്റിക്ക് അവരെന്തൊക്കെയോ വിചാരിക്കുന്നു, അവര് വിചാരിച്ചു പൊക്കോട്ടെ, എനിക്ക് എന്താ പ്രശ്നം, എനിക്ക് സന്തോഷം തരുന്ന വസ്ത്രം ഞാൻ ധരിക്കുന്നത്. അതിനെനിക്ക് ഓരോരുത്തരുടെ സർട്ടിഫിക്കറ്റും വേണ്ട. എനിക്ക് എന്റെ സർട്ടിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. എന്തിന്? എന്റെ വീട്ടുകാർക്ക് ഞാൻ ഇടുന്ന വസ്ത്രത്തിൽ ബുദ്ധിമുട്ടില്ല. അതിനർത്ഥം എൻ്റെ അമ്മ ഞാൻ വളരെ മോശമായിട്ട് കാണിച്ചു നടന്നു കഴിഞ്ഞാൽ ചീത്ത പറയില്ല എന്നല്ല, എന്നെ ഇട്ടിട്ട് അടിക്കും. അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അമ്മയ്ക്ക് അറിയാം എനിക്കുള്ള കോൺഫിഡൻസ് എന്താന്നുള്ളതും ഞാനത് ക്യാരി ചെയ്യുന്ന രീതിയിൽ തെറ്റില്ല എന്നുള്ളതും. ആ ഒരു സെൻസ് കുറെ പേർക്കുണ്ട്, അമ്മയ്ക്ക് മാത്രമല്ല കേട്ടോ, കുറെ പേർക്കുണ്ട്. ഞാനിപ്പോൾ റെജി ഭാസ്കറുടെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തതിൻ്റെ വിഷുവിനിട്ട ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൽ ആ ഫോട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഫോട്ടോ. അതുകൊണ്ട് ഇതാണ് ആ ഫോട്ടോ. അപ്പൊ ഇത് കണ്ടിട്ട് കുരു പൊട്ടിയവരുണ്ടോ? ഇത് ഈ ഫോട്ടോക്ക് 54 ലൈക്ക് കിട്ടി. അതായത് ഈ ഒരു ഫോട്ടോക്ക് മാത്രം ലൈക്കുകളും റീച്ചും ഒക്കെ വളരെ കൂടുതലായിരുന്നു. ഇത് കണ്ടിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ, മോശമായിട്ടൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഒരു ആർട്ടിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ ആ ഫോട്ടോ ഭയങ്കര ഭംഗിയായിട്ട് തന്നെയാണ് ഒരുപാട് പേർക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ വന്നിരുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയാം ഈ ഫോട്ടോ. ഓക്കെ, അപ്പൊ എനിക്കതിലൊന്നും തോന്നിയിട്ടില്ല, എനിക്കൊന്നും മോശമായി തോന്നിയിട്ടില്ല. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നൊരു കമന്റ് എന്തുവാ ഈ ഫോട്ടോ ഇട്ടതിന് ശേഷം? വിഷുവിന് പടക്കം പൊട്ടിയെന്നോ എന്തൊക്കെയോ പറഞ്ഞ് കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതെന്താ അപ്പൊ എനിക്ക് കത്താനൊരു ഇച്ചിരി ഈ നെഗറ്റീവ് കമന്റ്സ് കുറെ സാധനങ്ങൾ എനിക്ക് കത്താൻ ഇച്ചിരി സമയം എടുക്കും. ഒരിച്ചിരി, അതായത് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഈ പറയുന്നവരാരും എന്റെ മുന്നിൽ വന്നിട്ട് എന്റെ അടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നോട് ഒരിക്കലും ഒരാളും വന്നിട്ട് അശി അത് വളരെ വൾഗറായിരുന്നു ഇന്നേ വരെ ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പോൾ കമന്റ്സ് ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ കുറേ നല്ല കമന്റ്സ് ഉണ്ടായിരുന്നു. വെൽ വിഷേഴ്സ് ആയുള്ളവരും ഇൻഡസ്ട്രിയിലുള്ള ആർട്ടിസ്റ്റുകളും എല്ലാവരും കുറേ പേര് നല്ലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെന്താണല്ലോ എനിക്കൊരു എന്താ പടക്കം കൂട്ടുക. പിന്നെ എനിക്ക് മനസ്സിലായി, ഓ ഇതാണ് ഉദ്ദേശിച്ചത്. അവരോട് എന്തുവാണ് ഈ നിമിഷത്തിൽ പറയാനുള്ള മറുപടി? ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ട് അവർക്ക് ഗട്സ് കാണിക്കാം മിനിമം. പിന്നെ ഞാൻ എൻ്റെ നേരം പോക്കിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം തുറന്നു വെച്ചിട്ടില്ല. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ ഒരു മോഡലാണ്. ഒരു ബുട്ടീക്ക് ആയിക്കോട്ടെ, ഒരു ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ, എന്ത് ഡ്രസ്സ് ഇടുമ്പോഴും എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഭംഗിയിൽ കാണിക്കാൻ തന്നെയാണ് ഇഷ്ടം. അത് റിവീൽ ചെയ്യുന്നത് എനിക്ക് എൻ്റെ ബോഡിയോട് റെസ്പെക്റ്റ് ഇല്ല എന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു വൾഗാരിറ്റി കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. എൻ്റെ ബോഡി എൻ്റെ ടെമ്പിൾ തന്നെയാണ് അതെപ്പോഴും. അത് നിങ്ങളും ബാക്കിയുള്ള സ്ത്രീകളുടെ ബോഡി ഒരു ടെമ്പിളായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കമന്റ്സ് ഒന്നും ഇടാൻ തോന്നുന്നില്ല. എനിക്കും എന്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല, അടിക്കണ കൈ അങ്ങോട്ട്, അത്രേ ഉള്ളൂ. അത് ആ ഒരു ഊർജ്ജം നമ്മുടെ ഉണ്ട്. അപ്പൊ ഇനിയൊരു ഫോട്ടോഷൂട്ട് പ്രതീക്ഷിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നല്ല ടീമിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഫോട്ടോഷൂട്ട് ചെയ്യും. ഞാൻ ഇനി നല്ല സിനിമ ചെയ്യും, ഡാൻസുള്ള പാട്ടുകൾ ചെയ്യും. എനിക്ക് എന്താണോ കംഫർട്ടബിൾ ആണ് ഞാൻ ചെയ്യും. ഇനി ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ അഷികയുടെ? ഏറ്റവും വലിയ ആഗ്രഹം, ഈ അഷിക എന്ന് ഞാൻ വിളിക്കുമ്പോ സ്നേഹമുള്ളവർ എന്തുവാണ് വിളിക്കുന്നത്? അഷി. ഓക്കെ, അഷി എന്താണ് ഇനി? എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല സത്യത്തിൽ. ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് 1-2 നല്ല പ്രൊജക്റ്റുകളുടെ ഭാഗമാവണമെന്നുണ്ട്. അതായത് ഒരു എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഏത് നടന്റെ കൂടെ അഭിനയിക്കണം ആഗ്രഹം? എല്ലാവർക്കും ഒരു ഡ്രീം, എന്നാലും ഒരു ഡ്രീം കാണുമല്ലോ. ദുൽഖറിന്റെ കൂടെ അഭിനയിക്കണം, മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കണം. പക്ഷെ ചെയ്യുന്ന വർക്ക് നല്ല രീതിയിൽ എനിക്ക് ചെയ്യണം. എനിക്ക് നല്ല കുറച്ച് പ്രൊജക്റ്റുകളുടെ ഭാഗമാണ്. അതായത് ഇപ്പോൾ നമ്മളെ മഞ്ജു ചേച്ചിയൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നില്ലേ? ഉണ്ണിമായ അല്ലെങ്കിൽ അപ്പൊ കാലഘട്ടങ്ങൾ എത്ര കഴിഞ്ഞാലും ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കണം. ഒരു പതിയുന്ന ഒരു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ക്യാരക്ടർ. നായികയാവണമെന്നൊന്നുമില്ല, എനിക്കൊരു നല്ലൊരു കഥാപാത്രം. ഈ സാധാരണ രീതി എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു പോകുന്നവരെല്ലാം നല്ല നല്ല റോളുകൾ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗ്യം കിട്ടട്ടില്ലേ? ഒരുപാട് ടാറ്റു ഉണ്ടല്ലേ? ഈ ടാറ്റുവിന്റെ ഒക്കെ ഒരു രഹസ്യം എന്തുവാ, അല്ലെ അർത്ഥം എന്തോ, മീനിങ്? ആദ്യം കൈയുടെ നമുക്ക് കാണാം. കൈയുടെ ടാറ്റു എനിക്ക് ശിവ ഭയങ്കര ഇഷ്ടം. ശിവനെയാണ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക.
അധികം ടാറ്റു ഒന്നുമില്ല, 4 ഉള്ളൂ. അത് ഒന്ന് ഫസ്റ്റ് ടാറ്റു അടിക്കുന്നത് ഇതാണോ ഫസ്റ്റ് അടിച്ച ടാറ്റു? ഫസ്റ്റ് അടിച്ച ടാറ്റു 2018 ഫസ്റ്റ് അടിച്ച ടാറ്റു. ഇത് അടിക്കാനുണ്ടായ കാരണം എന്തുവാ? എനിക്ക് സത്യം പറഞ്ഞാല് ഈ കുറെ വീഡിയോസ് ഇങ്ങനെ കണ്ടു തുടങ്ങി. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇച്ചിരി സജീവമായപ്പോ ഇങ്ങനെ ടാറ്റു അടിക്കുന്നത് ഭയങ്കര രസമായിരുന്നു. അപ്പൊ എല്ലാവരും എന്റെ വേദനയൊക്കെ കടിച്ചു പിടിച്ചൊക്കെ ടാറ്റു അടിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്ര വേദനയൊക്കെ സഹിച്ചിട്ട് ഇതെന്തിനാ ഇവർ ചെയ്യണേ? അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, അതിന്റെ വേദന എന്തായിരിക്കും, ആ ഒരു ടാറ്റു അടിക്കുമ്പോൾ എന്താണ് ആ ഫീല്. അപ്പൊ എനിക്ക് എല്ലാവരും പറഞ്ഞു ടാറ്റു അടിക്കുന്നത് ഭയങ്കര ശ്രദ്ധിച്ച് വേണം, റിഗ്രഷൻ വരും, നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര പേടിപ്പിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇല്ല, എനിക്ക് റിഗ്രഷൻ എന്തായാലും എനിക്ക് ഉണ്ടാവില്ല, ഒരു പ്രാവശ്യം എടുത്ത തീരുമാനമാണ്. അപ്പോൾ ശിവനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ശിവനാണ് പ്രാർത്ഥിക്കുക എപ്പോഴും. പഞ്ചാക്ഷരി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നത് എന്തോ ഒരു ശീലമാണ്. അപ്പോൾ ശിവനെ വെച്ചിരുന്നത് തൃശൂലവും അല്ലെങ്കിൽ അപ്പോൾ പറഞ്ഞു ശിവനെ ഒന്നും അങ്ങനെ മേത്തടിക്കണ്ട. അങ്ങനെ അമ്മമ്മ പറഞ്ഞു അത് വേണ്ട, ശരിയാവില്ല. അങ്ങനെ ശരി, ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ തൃശൂലും വേണം, ഓവും വേണം, ശിവനും വേണം. അപ്പൊ ഞാൻ അങ്ങനെ ഞാനായിട്ട് തന്നെ ഒരു പിന്നെ ഇതടിച്ചു. ലാവിയ എസബൽ. അത് ഇംഗ്ലീഷ് തലയ്ക്ക് പിടിച്ചപ്പോ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നല്ലോ. അതെ, അപ്പൊ എനിക്ക് ഫ്രഞ്ചും ഇതും ലാംഗ്വേജസ് ഒക്കെ ഭയങ്കരമായിട്ട് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്നാണ് ഇതിന്റെ അർത്ഥം. ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നു ഇപ്പൊ. അപ്പൊ ബ്യൂട്ടിഫുൾ അത് ഒരു ഭയങ്കര പോസിറ്റിവിറ്റി അല്ലേ? നമ്മളെപ്പോ കാണുമ്പോൾ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു സംഭവം എനിക്ക് ഭയങ്കര പോസിറ്റീവായി തോന്നി. അതാണ് അത്. പിന്നെ ഒന്ന് ഇവിടെ അടിച്ചു, അത് ഫീനിക്സ് ആണ്. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന പക്ഷിയാണ്, ഗ്രീക്ക് മിത്തോളജി വെച്ച്. അപ്പൊ ഫീനിക്സിനോട് എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു. ഓ, എന്ത് ഫോട്ടോസ് ഒക്കെ കാണുമ്പോഴൊക്കെ പറക്കുന്ന കാണുമ്പോൾ ഭയങ്കര അത് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. പിന്നെ ലയനും അതാണ് ഇവിടുത്തെ ടാറ്റു. അത് ഇവിടെ അടിച്ചായിരുന്നു. അതും ലിയോ ആണ്. ഞാൻ ജനിച്ചത് ഓഗസ്റ്റിലാണ്. അപ്പൊ ലിയോ ആണ്. ലിയോന്റെ എനിക്ക് ലയനോട് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ലയൻ ഭയങ്കര ഭയങ്കര കറേജും എന്തൊക്കെയോ ഭയങ്കര ഒരു ആവേശമാണ്. സിംഹം എന്ന് പറയുന്നത് എപ്പോഴും രാജാവാണല്ലോ, ഒരു മജസ്റ്റിസിറ്റി. ഇതൊക്കെയാണ് കാരണം. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഇതിന്റെ അടിയിൽ ഒരു കമന്റ് വരുവേ, 2 കാണിക്കാം, ബാക്കി കാണിക്കാൻ പറ്റത്തില്ല. കാണിക്കാൻ സൗകര്യമില്ല. അപ്പൊ 4 ടാറ്റു ഉണ്ട്. ഇനി അടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഇനി ഒന്നുകൂടി അടിക്കും. ഇനി അടിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനത്തെ ടാറ്റുവാ? ഇനി ഞാൻ എന്റെ ലൈഫ് പാർട്ട്ണറിന്റെ പേരടിക്കും. അതാണ് ഫൈനൽ. അത് ആ പാർട്ട്ണറിന്റെ പേര് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇവിടെ വെളിപ്പെടുത്തും. അയ്യോ, അങ്ങനെ പാർട്ട്ണർ ആയിട്ടില്ല. ഉടനെ ഒരു കല്യാണം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ? എന്നെ മനസ്സിലാക്കുന്ന ഒരു നിമിഷം ഒരാൾ വരുമ്പം എനിക്ക് തോന്നട്ടെ. അപ്പൊ ഇനി എനിക്ക് തോന്നുമ്പോ എല്ലാം ഒരു സമയമാണല്ലോ. ഒരു സമയം വരും. ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിലും പറയാൻ പറ്റില്ല, അറിയില്ല. ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല. അപ്പൊ ഇപ്പൊ വർക്ക് ചെയ്ത സിനിമ ഏതാ? ഒരു ഡാൻസ് ഞങ്ങൾ കണ്ടു, അടിച്ച് പൊളിച്ച് കസറിയെ. ഇപ്പൊ ചെയ്താണ് പട്ടാപ്പകലാണ് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തമിഴിലും മലയാളത്തിലും കൂടി ജസ്റ്റിസ് എന്ന് പറയുന്നൊരു സിനിമ ചെയ്തു. മലയാളം വിട്ടു പോവല്ലോ കേട്ടോ. ഇല്ല, തമിഴ് ചെയ്താലും മലയാളം വേണം. മലയാളം നമ്മളെ മലയാളമാക്കിയത് മലയാളികളെ അല്ലേ? ഉറപ്പായിട്ടും. എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടാട്ടോ. മലയാളം പഠിക്കുന്നേക്കാളും മുമ്പ് ഞാൻ കേൾക്കുന്നതും ചെന്നൈയിലായത് കാരണം തന്നെ ഞാൻ പഠിക്കുന്നതും കേൾക്കുന്നതും ആദ്യം തമിഴാണ്. അപ്പൊ തമിഴിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. ചെന്നൈയിലാണെന്ന് പറഞ്ഞല്ലേ? അപ്പൊ തമിഴ് നല്ലപോലെ അറിയാം. തമിഴ് ഭയങ്കര. ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ മലയാളി പെൺകുട്ടികളെ തമിഴന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിയാണോ? അതെ, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു തമിഴൻ കാരണം എന്റെ ജീവിതം ഇല്ലാതെ ഞാൻ പറയും. പിന്നെ അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പം തമിഴിൽ എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്യണം ഈ നിമിഷത്തിൽ. പ്രപ്പോസ് ചെയ്യണോ? ഇവിടെ മറ്റേ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ഇഷ്ടമൂതി. തമിഴില് നമ്മള് മലയാളത്തിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു തമിഴ് പ്രപ്പോസ് ചെയ്തേ പറ്റൂ. അജൻ நிறைய ஆம்பளைங்களை பார்த்துருக்கேன், விதவிதமா பின்னாடி சுற்றி லவ்வை சொல்லி ப்ரப்போஸ் பண்ணி அழகெல்லாம் ரொம்ப ப்ரேஸ் பண்ணி இம்ப்ரெஸ் பண்ண ட்ரை பண்ண நிறைய பசங்களை பார்த்துருக்கேன். நீங்கள் செம்ம ஸ்மார்ட்டாக இருக்கீங்க, செம்ம ஸ்மார்ட்டாக பேசுகிறீங்க, ரொம்ப கெத்தாக என்ன கேட்கணுமோ அது எல்லாமே அப்படியே டப்பு டப்புன்னு கேட்டுகிட்டே இருக்கீங்க. ரொம்ப பிடிச்சிருக்கு. ഐ ലവ് യു. എത്ര പടങ്ങളും ചെയ്തിപ്പം? ഞാനിപ്പോ നാലാമത്തെ മൂവിയാ. തമിഴില് 2 ചെയ്തു,
മലയാളത്തിൽ ഒന്ന് ചെയ്തു. എന്റെ ഡ്രീമിന്റെ എത്ര ശതമാനത്തിൽ ഇപ്പൊ എത്തി നിൽക്കുന്നുണ്ട്? 10%. 110. പിന്നെ അടിച്ച് കയറി വരുന്നതേ ഉള്ളൂ. തുടങ്ങിയിട്ടില്ല എന്റെ മോനെ, ഇതൊക്കെ സാമ്പിള്. വെടിക്കെട്ട് വരുന്നതേ ഉള്ളൂ. ഇല്ല, ആയിട്ടില്ല, ശ്രമിക്കാണ്. ഭയങ്കര സ്ലോ പേസ് അല്ലേ, ഇതൊന്നും ടബടവേന്ന് പറഞ്ഞ നടക്കില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലോ ദാസ. ആ സമയം ഉടനെ വരട്ടെ. അതോടൊപ്പം ഇപ്പൊ നമ്മൾ ഓരോ അനുഭവങ്ങളാണല്ലോ ഓരോ ദിവസം നമുക്ക് ലൈഫിൽ ഇത്രയും നാളത്തെ അനുഭവങ്ങൾ നോക്കുമ്പം ഏറ്റവും മനസ്സിൽ തട്ടിയ ഒരു അനുഭവം എന്തുമായിരിക്കും, അല്ലെങ്കിൽ ഒരു പാഠം എന്തുമായിരിക്കും? പാഠം ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അത് പഠിച്ചു. അത് എനിക്ക് ലൈഫ് തന്നെ പഠിപ്പിച്ചെന്ന പാഠമാണ്. അതായത് എല്ലാരും കൂടെ കാണുമെന്ന് വിശ്വസിച്ചാൽ നമുക്ക് നമ്മളെ ഉള്ളൂ. അത്രേ ഉള്ളൂ, നമുക്കുണ്ടെങ്കിലേ നമുക്കുള്ളൂ. ഉറപ്പാ. അത്രേ ഉള്ളൂ. പിന്നെന്തോ പഠിച്ചു? പിന്നെന്താ പഠിച്ചത്? കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പോസിറ്റിവിറ്റി ഭയങ്കര ചേഞ്ചസ് ഉണ്ടാക്കും. നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഏത് സെക്കൻഡിലാണോ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഒരു എനർജി കിട്ടുന്നത്, അവിടെ തൊട്ട് ലൈഫ് ഭയങ്കര ചേഞ്ച് ആയിരിക്കും. പിന്നെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെയൊക്കെ ലൈഫിൽ നിന്ന് മാറ്റുക, അത്രേ ഉള്ളൂ. അത് കട്ട് ചെയ്ത് കളയുക. എന്താ പറയുക, അങ്ങനെ ആൾക്കാർ വേണ്ട. അതിൽ നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അത് നമുക്ക് അപ്പം തോന്നുന്നതായിരിക്കും, അയ്യോ വേണ്ടായിരുന്നു. പക്ഷെ ആ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ മാറി കിട്ടും. നിന്റെ തത്തമ്മ മൂക്ക, നിനക്ക് ഗ്ലാമർ ഉണ്ടോ എന്ന് പറഞ്ഞവര് ഈ ഒരു ലെവൽ എത്തി കഴിയുമ്പോൾ ആ ഇടി സൂപ്പർ ആയിരുന്നു വീഡിയോ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? എന്തുവായിരുന്നു ആ പ്രതികരണം? എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ, എടാ ഇത് നല്ല ഭംഗിയുണ്ട്, ഓ യു ലുക്ക് റിയലി ഗോർജിയസ് എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഞാൻ ഒരു സമയത്ത് ഭയങ്കര കളിയാക്കലായിരുന്നില്ലേ, ഭയങ്കര സന്തോഷം തോന്നും. പിന്നെന്താ വെച്ചാൽ അക്സെപ്റ്റൻസ് ഭയങ്കര കുറവാണല്ലോ എല്ലാവർക്കും. തീർച്ചയായിട്ടും ഒരാളെ അംഗീകരിക്കാൻ ഭയങ്കര പണിയാണ്. അംഗീകരിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരെങ്കിലൊക്കെ നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അതെ. അപ്പൊ അഷികെ, ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് 4 ചുവരിനുള്ള ഒറ്റയ്ക്കായിരിക്കുമ്പം അഷികയും അഷികയുടെ അമ്മയും അഷികൾക്ക് എന്ന പാഠം നോക്കുമ്പം അത് വലിയൊരു അനുഭവമാണ് ഇന്ന് കൊടുത്തത്. അപ്പൊ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അടിച്ച് കയറി വരട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.